നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോ സ്ത്രീധനത്തിന്റെ കാര്യം അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീധന സമ്പ്രദായം സർക്കാർ നിരോധിച്ചതാ മോളെ. അതിന് സർക്കാരല്ലല്ലോ എന്റെ അച്ഛൻ. അത് കറക്റ്റാ, സർക്കാരല്ല അച്ഛൻ. അതുകൊണ്ട് തന്നെ ഈ പൊതുജന സേവന പദ്ധതികളൊന്നും എന്റെ അജണ്ടയിലില്ല. മോള് വളച്ചു കെട്ടാത്ത കാര്യം എന്നാന്ന് വെച്ചാ പറ. അത് വീടിന്റെ കാര്യമാ. പറഞ്ഞ മോളെ, വീടിന് എന്നാ പറ്റി? പണി തീർന്നോ? അതോ ഇനി കാശ് വല്ലതും വേണോ? ഇറ്റാലിയൻ മാർബിൾ ഇടാൻ? അച്ഛൻ കളിയാക്കണ്ട. ശരത്തേട്ട് പണിക്കുന്ന വില്ലയുടെ കാര്യമല്ല, ഈ വീടിന്റെ കാര്യമാ പറഞ്ഞത്. ഈ കുടുംബത്തിലെ ഒരേ ഒരു അവകാശി എന്ന നിലയ്ക്ക് വീട് എനിക്കല്ലേ. മുമ്പേ ഞാൻ പറഞ്ഞതല്ലേ, ഈ വീടിന് ഒരു അവകാശിയുള്ളൂ. അത് നീയല്ല, ദേവികയാണ്, സുധിയുടെ ഭാര്യ. അതെങ്ങനെ ശരിയാവും? അതെ ശരിയാവൂ. അല്ല, നീ എന്താ ഇപ്പൊ വീടിന്റെ അവകാശം ചോദിച്ചു വന്നത്? അവള് ചോദിച്ചതിൽ എന്താ തെറ്റ്? സത്യത്തിൽ അവളല്ലേ ഇതിന്റെ അവകാശി. അമ്മയുടെ കാര്യം നോക്കും. പലർക്കും പല ഉന്നവും കാണും. അതിന് നിന്നുകൊടുത്ത് മുറിവേൽക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്വന്തം മോക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാടാ നീ നോക്കേണ്ടത്. ഈ വീട് സ്വപ്നം കണ്ട് ആരും ജീവിതം ഉണ്ടാക്കാൻ മെനക്കെടണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമി ജീവിച്ചിരിപ്പില്ലാത്ത എന്റെ മകന് വേണ്ടിയും അവന്റെ കുടുംബത്തിന് വേണ്ടിയും ജീവിക്കുന്ന ദേവിയമോക്കുള്ള ഈ വീട്. നാട്ടു നടപ്പ് നിയമം അനുസരിച്ച് അത് ശരിയല്ലല്ലോ. നിത്യേ, ഞാൻ ചോറൂട്ടി വളർത്തിയവള്, എന്റെ വിരൽ തൂങ്ങി നടക്കാൻ പഠിച്ചവള് എന്നോടിപ്പോ അവകാശം പറയുന്നു. നീ ഇതിനെ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. അവൾക്ക് കൊടുക്കാനുള്ളത് എന്നായാലും കൊടുത്തല്ലേ പറ്റൂ. ഒന്നും തരാൻ പറ്റത്തില്ലെങ്കിൽ അച്ഛൻ അത് പറഞ്ഞാ മതി. ഞാൻ ഒന്നുമില്ലാത്ത പിച്ചക്കാരിയാണെങ്കിലും ശരത്തേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കും. നിർത്തടി. അങ്ങനെയാണെങ്കിലേ കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ വീട്ടിൽ ഒറ്റമുറി താമസിക്കാതെ നീയും നിന്റെ ശരത്തേട്ടനും കൂടെ ഇറങ്ങിക്കോണം.